നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് ആണ് ശ്രീ സ്വന്തം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ ടെസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് അഗ്നി 5 മിസൈൽ വിത്ത് MIRV ടെക്നോളജി വാസ് സക്സസ്ഫുൾ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനൗൺസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ അഗ്നി മിസൈലിന്റെ ബേസിക്കലി ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. അഗ്നി മിസൈൽസ് എന്ന് പറയുമ്പോഴേക്കും ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിന്റെ ഒരു ഫിഫ്ത്ത് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. അഗ്നി 1, അഗ്നി 2, അഗ്നി 3 എന്നൊക്കെ പറയുന്നതിനകത്ത് അഗ്നി 5 സീരീസിലെ മിസൈലിന്റെ ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടെക്നോളജി നോൺ ആസ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജിയാണ്. അത് വെച്ച് നമ്മൾ പരീക്ഷിച്ച ആ ഒരു മിസൈൽ ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ് വാർത്തയിൽ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു MIRV എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഈ ടെക്നോളജി വെച്ച് പരീക്ഷിച്ച ആ ഒരു മിഷന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ദിവ്യാസ്ത്രയാണ്. ഇത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നിക്കൽ ഭാഗമാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്ന ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. പ്രിലിംസിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുണ്ട്. എസ്പെഷ്യലി ഇത്തരത്തിലുള്ള മിസൈൽ ടെക്നോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റു വാർത്തകൾ ISROയുടെ ഒക്കെ തന്നെയാണ് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. മിക്ക വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രിലിംസിനകത്ത് ഇത്തരത്തിൽ ഒന്നെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ISROയുടെ ഒക്കെ ആണെങ്കിലും മിസൈൽസിനെ പറ്റി റോക്കറ്റ്സിനെ പറ്റിയിട്ടൊക്കെ തന്നെ ചോദ്യങ്ങൾ വരാറുള്ളതുമാണ്. ഞാൻ ഇതിനകത്ത് ഈ ഒരു സ്ലൈഡിനകത്ത് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഗ്നി മിസൈൽസിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു ചോദ്യം ബേസിക്കലി ഉണ്ടായിരുന്നു. സോ എന്തായാലും മിഷൻ ദിവ്യാസ്ത്ര എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വർഷം ഇങ്ങനെ ആയിരിക്കാം ചോദ്യം. മിഷൻ ദിവ്യാസ്ത്ര റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഡ് സീൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആർമി നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ റീസെന്റ് ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വാർത്തയിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഓപ്ഷൻസ് അവർ ഫോമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ MIRV ടെക്നോളജി, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജിയുടെ പരീക്ഷണമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ പരീക്ഷണത്തിന് മുന്നിൽ നിന്ന് DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. മിസൈൽസിന്റെ ഒക്കെയാണ് പരീക്ഷണങ്ങളിനകത്ത് DRDOയും, നേരെ തിരിച്ച് നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനകത്താണ് ആര് വരുന്നത്? ISRO രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഈ അഗ്നി മിസൈൽസിന്റെ പ്രത്യേകത. ആ ഒരു അഗ്നി മിസൈൽസിനകത്ത് ഫിഫ്ത്ത് സീരീസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ഈ സീരീസ് നമ്പർ ഇവർ പലപ്പോഴും കൊടുക്കുന്ന ഈ ഒരു മിസൈൽസിന്റെ റേഞ്ചിനെ ഏകദേശം അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഒരു എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഗ്നി 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5000, 5500 ആ ഒരു റേഞ്ചാണ് ഇതിന്. ആ ഒരു മിസൈലിന് പരമാവധി ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നതിനാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ സീരീസിന് നമ്പർ കൊടുക്കുന്നു. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി അതിന്റെ ഒരു ടാർഗറ്റബിൾ റേഞ്ച് വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഓർക്കാനായിട്ട് പാകത്തിൽ ഇങ്ങനെ വെക്കാം. ആ ഒരു സീരീസ് നമ്പർ കൊടുക്കുന്ന ആ ഒരു റേഞ്ച് ആണെന്നുള്ള ഏകദേശം ഒരു ധാരണ ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും അഗ്നി 5 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5000 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലേക്ക് വരെയുള്ള ടാർഗറ്റുകളെ ഈ പറഞ്ഞ പോലെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ അഗ്നി സീരീസിൽ വരുന്ന മിസൈൽസ്. പിന്നെ ഈ ഒരു മിസൈലിന്റെ പ്രത്യേകതയാണ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. മിസൈലിന്റെ ടെക്നോളജീസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള മിസൈൽസ് ആണ് നിലവിലുള്ളത്. ഐ മീൻസ് ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ബാലിസ്റ്റിക് മിസൈലും രണ്ട് ക്രൂയിസ് മിസൈലും. അതായത് ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ മിസൈലുകളുടെ ട്രജക്ടറി പാത്ത് ആണ് ബേസിക്കലി കാണുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബാലിസ്റ്റിക് മിസൈൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഈ പറഞ്ഞാൽ നമ്മൾ ക്രൂയിസ് ആയിക്കോട്ടെ ബാലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന വിചാരിക്കാം. ഗ്രൗണ്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഒരു പവർ നമ്മൾ ആ എഞ്ചിന്റെ ത്രസ്റ്റ് പവർ ബേസിക്കലി കൊടുക്കുന്നു. ബാലിസ്റ്റിക് മിസൈലിനാണെങ്കിൽ ആ എഞ്ചിന്റെ പവർ ബേസിക്കലി പോയി അതിന്റെ ഒരു മിഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഈ പാത്ത് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ നമ്മൾ പണ്ട് മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ട്രജക്ടൈൽ മോഷനാണ്, ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ട്രജക്ടൈൽ മോഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മോഷന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരെയുള്ള പോർഷനിൽ ഈ പറഞ്ഞ എഞ്ചിന്റെ ഫയറിംഗ് അല്ലെങ്കിൽ എഞ്ചിന്റെ ആ ഒരു പവർ നമുക്ക് കിട്ടും. അത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ഇതൊരു ഫ്രീ ഫോൾ സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത്. മീൻസ് അണ്ടർ ഗ്രാവിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ ഫ്രീ ഫോൾ സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു എൻറ്റയർ പാത്തിലും ആ ഒരു മിസൈലിന് ഈ പറഞ്ഞ പോലെ എഞ്ചിന്റെ ഒരു അസിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. കാരണം ഹാഫ് വേ വരെ ആയിരിക്കും ഈ പറഞ്ഞ എഞ്ചിന്റെ പെർഫോമൻസ് ഉണ്ടാവുക. അതിനുശേഷം ഒരു ഫ്രീ ഫോൾ രീതിയിലും പോകാം. ഇങ്ങനെ ഒരു ട്രജക്ടൈൽ മോഷൻ കാഴ്ചവെക്കുന്ന മിസൈലുകളെയാണ് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസൈലുകളെ ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയും, ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഇനീഷ്യലി ഫയർ ചെയ്തതിന് ശേഷം പിന്നെ ഇവയെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവയുടെ ഡയറക്ഷനിലേക്ക് ഈ പറഞ്ഞ പോലെ പൊതുവിൽ മാറ്റം വരുത്താനായിട്ടൊന്നും പോസിബിൾ ആയിരുന്നില്ല, ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ. പക്ഷേ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ ഈവൻ ദോ ബാലിസ്റ്റിക് ആണെങ്കിൽ പോലും നമുക്ക് ഇൻ ബിറ്റ്വീൻ പാത്ത് ലൈനിൽ വേണമെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള മാനുവറിംഗ് നമുക്ക് കേപ്പബിൾ ആണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ടാർഗറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പോലും അതിന്റെ ആ ഒരു മിസൈലിന്റെ ട്രജക്ടറി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ബേസിക്കലി ഈ ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. എന്നാൽ ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ആ മിഷൻ, അതായത് മീൻസ് അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയും അതിന് എന്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും? എഞ്ചിന്റെ ഒരു സപ്പോർട്ട് ബേസിക്കലി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും ഗ്രൗണ്ടിന് ഈ പറഞ്ഞ അടുത്ത് വരെ സഞ്ചരിക്കാൻ പോലും ആർക്ക് സാധിക്കും? ഇത്തരത്തിലുള്ള ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും. അതേസമയം നമ്മൾ നോക്കിയാൽ ഇതൊരു ട്രജക്ടൈൽ മോഷനിലായിരുന്നു. ഒരു ഗ്രൗണ്ടിലേക്ക് ഏറ്റവും അടുത്തൊന്നും ബാലിസ്റ്റിക് മിസൈലിന് പോകാൻ പറ്റത്തില്ല. പക്ഷേ ക്രൂയിസ് മിസൈലുകൾക്ക് അവരുടെ ഡയറക്ഷൻ ത്രൂ ഔട്ട് ഈ പറഞ്ഞ എഞ്ചിന്റെ സപ്പോർട്ട് ഉള്ളത് കാരണം എപ്പോൾ വേണമെങ്കിലും ഡയറക്ഷൻ മാനുവർ പോസിബിൾ ആണ്. ടാർഗറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും ഈ പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഓൺ ദ വേയിൽ ക്രൂയിസ് മിസൈലുകൾക്ക് അവയുടെ തന്നെ ഡയറക്ഷൻ സ്വന്തമായിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്ന എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതാണ് പ്രധാനമായിട്ടും ക്രൂയിസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള വ്യത്യാസം.
നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഗ്നി മിസൈൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ നിങ്ങൾ ബ്രഹ്മോസ് മിസൈൽ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയും നമ്മൾ റഷ്യയും കൂടെ ചേർന്ന് വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് മിസൈൽ. അതിനകത്ത് ആ രണ്ട് പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മോത്ര, ഇന്ത്യയുടെ ബ്രഹ്മോത്ര നദിയാണ് ബ്രഹ്മോസിനകത്തെ ആദ്യ വാക്കുകൾ സൂചിപ്പിക്കുന്നു. മോസ്കോ നദിയാണ്, റഷ്യയുടെ മോസ്കോ നദിയാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്രഹ്മോസിന്റെ അവസാന വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ചേർന്ന് ഡെവലപ്പ് ചെയ്ത മിസൈലാണ് ബ്രഹ്മോസ്. അതൊരു ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലിസ്റ്റിക് അഗ്നി എന്ന് പറയുന്നത് അവിടെ വരുന്നതാണ്, ബാലിസ്റ്റിക് മിസൈലിനകത്ത് വരുന്നതാണ്. സോ ഇനി നമുക്ക് അഗ്നി മിസൈൽസിനെ കുറിച്ചും പ്രത്യേകമായിട്ട് അഗ്നി 5നെ കുറിച്ച് പഠിക്കാം. അഗ്നി 5 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സീരീസിന് നമ്പർ കൊടുക്കുന്നത് പലപ്പോഴും ഇതിന്റെ റേഞ്ചിനെ അടിസ്ഥാനമാക്കിയൊക്കെ പറയാറുണ്ട്. 5000 ടു 5500 കിലോമീറ്റേഴ്സ് ആണ് അഗ്നി 5ന്റെ ഒരു റേഞ്ച് ആയിട്ട് ബേസിക്കലി പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. കാരണം ഇന്റർ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വിട്ട് മറ്റൊരു കോണ്ടിനെന്റ് വരെ എത്തിച്ചേരാനായിട്ടുള്ള കെൽപ്പുള്ള തരം, അല്ലെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള തരം മിസൈൽസിനാണ് ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽസ് എന്ന് പറയുന്നത്. സോ അഗ്നി 5 ഇത്രയോ റേഞ്ച് ഉള്ള കാരണം, 5000 ടു 5500 കിലോമീറ്റർ റേഞ്ച് ഉള്ള കാരണം ഇതൊരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിലാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിധിയിൽ, ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ ഈ പറഞ്ഞ പോലെ ചൈനയും അതേപോലെ ചൈനയുടെ ക്യാപിറ്റൽ ഒക്കെ തന്നെ വരും. കാരണം ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ ആ ഒരു റേഞ്ച് 5500 റേഞ്ചിൽ നിൽക്കുന്നതാണ് ചൈനയുടെ ക്യാപിറ്റൽ ബെയ്ജിംഗ് ഒക്കെ തന്നെ. അപ്പോൾ ആ ചൈനയെ പ്രത്യേകമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട്, അല്ലെങ്കിൽ ചൈനയെ ഒന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അഗ്നി 5 മിസൈൽസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി പവർഡ് ബൈ എ സോളിഡ് ഫ്യൂൽ റോക്കറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഇറ്റ്സ് ന്യൂക്ലിയർ കേപ്പബിൾ മിസൈൽ കൂടിയാണ്. അഗ്നി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വാർ ഹെഡ് ഈ പറഞ്ഞ പോലെ വഹിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള മിസൈൽ കൂടിയാണ്. 3 സ്റ്റേജ് സോളിഡ് ഫ്യൂൾഡ് എഞ്ചിൻ ആണെന്നുള്ള കാര്യം ഓർക്കണം. ഇറ്റ്സ് എ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. സർഫസ് ടു സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നായിരിക്കും അത് ഫയർ ചെയ്യുന്നതും അതിന്റെ ടാർഗറ്റ് എവിടെ വേണം, സർഫസ് തന്നെ ആയിരിക്കും ഇരിക്കേണ്ടത്. അല്ലാണ്ട് എയറിലുള്ള ഒരു ടാർഗറ്റിനെ നശിപ്പിക്കാനായിട്ട് ഈ അഗ്നി 5ന് സാധിക്കത്തില്ല. ഇതൊരു ബേസിക്കലി സർഫസ് ടു സർഫസ് രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോളിഡ് പവേർഡ് ആണെന്നുള്ള കാര്യം, 3 സ്റ്റേജ് ആണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിന് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട്, ന്യൂക്ലിയർ വാർ ഹെഡ് വഹിച്ചുകൊണ്ട് പോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. 1.5 ടൺ ന്യൂക്ലിയർ വാർ ഹെഡ് വഹിച്ചുകൊണ്ട് പോകാനുള്ള കേപ്പബിലിറ്റിയും അഗ്നി 5 മിസൈലിനുണ്ട്. പിന്നെ ഇത് ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു മിസൈൽ ആണെന്ന് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ തകർക്കണമെങ്കിൽ ഇന്റർസെപ്റ്റർ മിസൈൽസ് ഉപയോഗിച്ച് മാത്രമേ ഇതിനെ തകർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈ അഗ്നി മിസൈൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ മെയിൻ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഈ അഗ്നി 5 കൂടെ നമ്മൾ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു പ്രത്യേക ഒരു ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്, നോൺ ആസ് ഇന്റർ കോണ്ടിനെന്റൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ക്ലബ്. ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്ന 5 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു: US, റഷ്യ, ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ. ഈ 5 രാജ്യങ്ങളിലൊപ്പം ഇപ്പോൾ ആരും കൂടെ ചേർന്നു. ഈ അഗ്നി 5 കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ കൂടി ഈ ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലബിനകത്ത് 6 രാജ്യങ്ങളാണ് ഇന്ത്യയോടൊപ്പം ഉള്ളത്. ഇന്ത്യയും കൂടെ കൂട്ടി പറയുകയാണെങ്കിൽ 6 രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കാം. മറ്റ് 5 രാജ്യങ്ങൾ ആരൊക്കെയാന്നുള്ള കാര്യം പ്രിലിംസിന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതിൽ നിന്നും കഴിഞ്ഞ വർഷം UPSC പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിന്റെ ആൻസർ പറയുന്നില്ല, കാരണം ഈ ഒരു ചോദ്യത്തിന് ആൻസർ ഇപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ കൃത്യമായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, എന്താണ്, A ആണോ, B ആണോ, C ആണോ, D ആണോ ഇതിന്റെ ആൻസർ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ അല്ല, ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറത്തേയില്ല. ഇത് വെച്ചിട്ട്, ഈ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ മോഡി ടു ലോഞ്ച് 205 വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് സ്റ്റോൾസ് ഫോർ സതേൺ റെയിൽവേ എന്നുള്ളതാണ് ഈ ആർട്ടിക്കലിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ റെയിൽവേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്ന വാക്ക് അല്ലെങ്കിൽ വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ്, ഒരു പ്രധാനപ്പെട്ട ഒരു സ്കീം കൂടിയാണ് ഈ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പേര് തന്നെയുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റേഷനിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു ആ നാട്ടിലെ ആ ഒരു, ഇപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ സ്റ്റോൾ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സ്റ്റേഷൻ ഇപ്പോൾ ഓൾറെഡി തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് സ്റ്റോളുകൾ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു റെയിൽവേ സ്റ്റേഷൻ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ആ കോട്ടയം റീജിയനിൽ നമുക്ക് കിട്ടുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ മാത്രങ്ങളായിട്ട് തന്നെ കിട്ടുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോളാണ് ബേസിക്കലി, ഒരു കട, ഒരു ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്റ്റോൾ എന്ന് പറയാം. അതാണ് ഈ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഏത് സ്റ്റേഷനാണ് ഇങ്ങനെ അംഗീകാരം കിട്ടുന്നത് അവിടെ ഇങ്ങനെ ഒരു സ്റ്റോൾ ഉണ്ടാവും. ആ സ്റ്റോളിലൂടെ ഈ പറഞ്ഞ പോലെ ആ നാട്ടിലെ, അവിടെ ഈ പറഞ്ഞ മറ്റിടങ്ങളിലൊന്നും കിട്ടാത്ത, ആ നാട്ടിൽ മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് സ്കീം, ഇറ്റ് വാസ് ലോഞ്ച്ഡ് വിത്ത് വിഷൻ ടു പ്രൊമോട്ട് വോക്കൽ ഫോർ ലോക്കൽ. വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ വോക്കൽ ഫോർ ലോക്കൽ. അത് പേര് തന്നെയുണ്ട്. നമ്മൾ കൂടുതലും ഈ പറഞ്ഞ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് വോക്കൽ ഫോർ ലോക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നതാണ് ഈ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു സ്കീം. ആൻഡ് പ്രൊവൈഡ്സ് യൂണിക്ലി ഡിസൈൻഡ് സെയിൽ ഔട്ട്ലെറ്റ്സ് ഫോർ ലോക്കൽസ് ടു സെൽ ഇൻഡിജനസ് പ്രൊഡക്ട്സ് നേഷൻ വൈഡ്. അതായത് ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ അവിടുത്തെ ലോക്കൽസിന് ഈ പറഞ്ഞ പോലെ അവിടെ ഇൻഡിജനസ് ആയിട്ട് അവിടെ മാത്രം കിട്ടുന്ന പ്രൊഡക്റ്റുകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു സ്കീം ഡിസൈൻ ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. And it aims to build each railway station as a promotional hub and showcasing local and indigenous manufacturing products. Under this scheme, the allotment is done to all eligible applicants on a rotational basis. അതായത് ഇങ്ങനെ ഒരു സ്റ്റാൾ ആയിരിക്കും ബേസിക്കലി ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുക. ആ സ്റ്റാളിലൂടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. 1000 രൂപ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആയി 1000 രൂപ കൊടുത്ത് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. ഞങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് അതിലൂടെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരം തരണം. ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല, ഒന്നിലധികം ആളുകൾ ആപ്ലിക്കേഷൻസ് ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഈ പറഞ്ഞ പോലെ 15 ദിവസത്തെ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ ആയിരിക്കും കിട്ടുക. പീരീഡ് ഓഫ് 15 ഡേയ്സ് ആണ്. 15 ദിവസം ആ സ്റ്റോളിൽ നമ്മുടെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അടുത്ത ആളിലേക്ക് അത് പോകും, അടുത്ത 15 ദിവസം. അങ്ങനെ റൊട്ടേഷണൽ ചാർട്ടിലായിരിക്കും ഈ സ്കീം റണ്ണി ചെയ്യുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 2022 ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ദ സ്കീം ഈസ് പ്രൊവൈഡിംഗ് വെൽഫെയർ ഫോർ ലോക്കൽ ആർട്ടിസൻസ്, പോട്ടേഴ്സ്, വീവേഴ്സ്, ട്രൈബൽസ് എക്സെട്ര. എന്ത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും അതിനകത്ത് പ്രൊമോട്ട് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ വീവേഴ്സിന് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള വീവ് ചെയ്ത മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്ടേഴ്സിന് എന്തെങ്കിലും പോട്ടറി ഐറ്റംസ് ആയിക്കോട്ടെ. അപ്പം എന്ത് വേണം നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ പ്രോഡക്റ്റ് അതിലൂടെ സെയിൽ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ ബെനിഫിറ്റ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതുവഴി നമ്മുടെ ഈ പറഞ്ഞ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നേഷൻ വൈഡ് രാജ്യം ഒട്ടാകെ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അറിയാനായിട്ടും സാധിക്കും എന്നുള്ളതിന്റെ വലിയൊരു പ്രോഡക്റ്റ് ആണ്. ഇനിയും ഈ പറഞ്ഞ പോലെ ഇതിന്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആരാണ് ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സോണൽ റെയിൽവേസ് ആയിരിക്കും ഏത് സ്റ്റേഷന് വേണം സെലക്ട് ചെയ്യേണ്ടത്, ഏത് പ്രൊഡക്റ്റുകളായിരിക്കണം ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ സോൺ വൈസ് നമുക്ക് അറിയാലോ, റെയിൽവേ ഈ പറഞ്ഞ സോണുകളുണ്ട്. സദേൺ റെയിൽവേ സോൺ ഉണ്ട്, അതേപോലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അങ്ങനെ റെയിൽവേ സോൺസ് ഉണ്ടല്ലോ. ആ റെയിൽവേ സോൺ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന് സെലക്ട് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ആൻഡ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് സം സ്റ്റേറ്റ്സ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ അത് ഡിസ്കസ് ചെയ്യുന്ന ഓൾറെഡി ഇപ്പം നിങ്ങൾ ഇത് രാവിലെ വായിച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം കാണാൻ സാധിക്കും. ഈ ഒരു ആർട്ടിക്കിൾ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 280. ഓക്കെ, ഫിനാൻസ് കമ്മീഷൻ ഒരു ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അണ്ടർ ആർട്ടിക്കിൾ നമ്പർ 280 എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. റീസെന്റ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയർമാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരവിന്ദ് പനഗരിയാണ് 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. 16th ഫിനാൻസ് കമ്മീഷൻ വരുന്നതുള്ളൂ. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ 15th ഫിനാൻസ് കമ്മീഷൻ ഓൾറെഡി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഉള്ള ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഫിനാൻസ് കമ്മീഷൻ ചെയർമാനൊക്കെ തന്നെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. സോ 16th ഫിനാൻസ് കമ്മീഷൻ അണ്ടർ അരവിന്ദ് പനഗരി ആയിരിക്കും. അദ്ദേഹം മുന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. മുന്നത്തെ ഈ പറഞ്ഞ പോലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു അരവിന്ദ് പനഗരി. ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന രണ്ട് ഈ പറഞ്ഞ പോലെ ഈ മേഖലയിൽ, എക്കണോമിക്സ് മേഖലയിൽ വളരെ റിനോൺഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. സി രംഗരാജനും നമ്മൾ പഠിക്കാറുണ്ട്. രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കാറുണ്ട്. ഹി വാസ് എ ഫോമർ ചെയർമാൻ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ആൻഡ് ഫോമർ ഗവർണർ, RBI ഗവർണർ, ഫോമർ ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം. പിന്നെ ഈ പറഞ്ഞ DK ശ്രീവാത്സവ, ഫോമർ ഡയറക്ടർ ഓഫ് മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞ ആർട്ടിക്കിൾ ഇത് എഴുതിയിട്ടുണ്ട്. ഒരു ആർട്ടിക്കിൾ ഫുള്ള് നിങ്ങൾ പത്രത്തിൽ വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതിന് ജിസ്റ്റ് ആയിരിക്കും, ഇതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ബേസിക് കണ്ടന്റ് ആയിരിക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഫിനാൻസ് കമ്മീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് നമ്മൾ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 280 ആണ് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ അതിപ്പം ഓൾറെഡി ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 15th ഫിനാൻസ് കമ്മീഷൻ ആണ്. അപ്പോൾ 15th ഫിനാൻസ് കമ്മീഷൻ ഇപ്പം പല കാര്യങ്ങൾ, ഫിനാൻസ് കമ്മീഷൻ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റുകളിലേക്ക് കൊടുക്കേണ്ട വിഹിതം, മീൻസ് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ടാക്സുകളിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നും എത്ര രൂപ ഈ പറഞ്ഞ സ്റ്റേറ്റുകൾക്ക് വീതിച്ച് കൊടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക് റെക്കമെൻഡ് കൊടുക്കുന്ന ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ രണ്ട് രീതിയിലുള്ള റെക്കമെൻഡേഷൻ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഒന്ന് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ്. വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നേരെ താഴെ വെർട്ടിക്കലി എത്ര രൂപ സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് നിലവിൽ പറയുവാണെങ്കിൽ 41% പറയുന്നത്. അതായത് 100 രൂപ സെൻട്രൽ ഗവൺമെന്റ് ടാക്സുകളിലൂടെയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 41 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് 41 രൂപ വീതിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഈ വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കിട്ടിയ 41 രൂപയിൽ ഓരോരോ സംസ്ഥാനങ്ങൾക്ക്, ഓരോരോ സ്റ്റേറ്റുകളിലേക്ക് എത്ര കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ
ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ടാക്സ് ഡെവല്യൂഷൻ ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് മൊത്തം സ്റ്റേറ്റുകളിലേക്ക് എത്ര പോകുന്നു, ഇനി ഓരോരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റുകളിലേക്ക് എത്ര പോകുന്നു എന്നുള്ളതാണ് ഈ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും റെക്കമെൻഡേഷൻ ആര് കൊടുക്കാറുണ്ട്? നമ്മുടെ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എത്ര രൂപ കൊടുക്കണം, ഈ 41 രൂപ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക് അറൈവ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ടാണ് ഇൻകം ഡിസ്റ്റൻസ്, population 2021, 2011, then area, forest cover, forest and ecology, demographic performance, tax effort and total. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫിലിംസിന് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ എടുത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കഴിഞ്ഞ 15th ഫിനാൻസ് കമ്മീഷൻ എടുത്തത്? ഇൻകം ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പോപ്പുലേഷൻ ഏതെടുത്ത്? 2011 പോപ്പുലേഷൻ എടുത്തത്. ആ 2011 പോപ്പുലേഷൻ എടുത്തുകൊണ്ടിട്ടാണ് പുതിയൊരു കാര്യം ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെമോഗ്രാഫിക് പെർഫോമൻസ്. കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ ഒരു ഫിനാൻസ് കമ്മീഷന്റെ കാലഘട്ടത്തിലാണ് ആഡ് ചെയ്തത്. അതേപോലെ ടാക്സ് എഫോർട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഏരിയ, ഫോറസ്റ്റ് കവർ ഒക്കെ കഴിഞ്ഞ മുമ്പത്തെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് കവറിന്റെ കാര്യത്തിൽ വിട്ടു. ഫോറസ്റ്റ് കവറിന് 7.5% ഇമ്പോർട്ടൻസ് 14th ഫിനാൻസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 15th വന്നപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നുള്ള കാര്യം കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതിനാണ്, ഇൻകം ഡിസ്റ്റൻസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് 14th ആയിക്കോട്ടെ 15th ആയിക്കോട്ടെ. 14 വെയിറ്റേജ് കൂടുതലാണ്, 50% വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 45% ആയി. 5% കുറഞ്ഞാണ് ഇപ്പോഴത്തെ ഈ ടാക്സ് എഫോർട്ടിന്റെ രീതിയിലൊക്കെ തന്നെ ഇവിടെ വർധനവ് ബേസിക്കലി കാണുന്നത്. സോ എന്തായാലും ഇൻകം ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഫ്രം ദ സ്റ്റേറ്റ് വിത്ത് ദ ഹയസ്റ്റ് GSDP. അതായത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയ സംസ്ഥാനത്തിന്റെ കാര്യം എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു സംസ്ഥാനം എ എന്ന് പറയുന്ന സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയെന്ന് വിചാരിച്ചു, 100 രൂപ വരുമാനം കിട്ടിയെന്ന് വിചാരിച്ചു. ബി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് കിട്ടിയത് ഈ പറഞ്ഞ പോലെ 70 രൂപയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 30 രൂപ. അതായത് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനത്തിനെ കമ്പയർ ചെയ്തിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ നോക്കുന്നു. എന്നിട്ട് ഈ ഗ്യാപ്പിലുള്ള എമൗണ്ട് ആര് കൊടുക്കുന്നു? സെൻട്രൽ ഗവൺമെന്റ് ആ കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സംസ്ഥാനം ഡി എന്ന് പറയുന്ന സംസ്ഥാനം അവർക്ക് 10 രൂപയാകെ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ 100 തമ്മിലുള്ള ഗ്യാപ്പ് 90 രൂപ ആര് കൊടുക്കും? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഇൻകം ഡിസ്റ്റൻസിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളൊന്നും സ്വന്തമായിട്ട് അവർ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കത്തില്ല. കാരണം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പം ഡി എന്ന് പറയുന്ന ഈ സംസ്ഥാനം നമ്മൾ പറഞ്ഞില്ലേ, ഇത്ര നാളും 10 രൂപ കിട്ടിയപ്പം 90 രൂപ കൊടുക്കുമായിരുന്നു. ഇവർ വരുമാനം അവരുടേതായ രീതിയിൽ കണ്ടുപിടിച്ച് ഇവരുടെ വരുമാനം എങ്ങാനും ഒരു 50 രൂപയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എത്ര രൂപ കിട്ടുള്ളൂ? 50 രൂപ കിട്ടുള്ളൂ. ഇത്ര നാളും 90 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിൽ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കാതെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇൻകം ഡിസ്റ്റൻസിന്റെ വെയിറ്റേജ് ഈ പറഞ്ഞ അടുത്ത 16th ഫിനാൻസ് കമ്മീഷൻ വരുമ്പോഴേക്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പം 41 രൂപ നമ്മൾ പറഞ്ഞല്ലോ, 100 രൂപ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 41 രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുന്നത്. ഈ 41 രൂപ ഇത്ര നാൾ വീതിച്ചു കൊടുക്കണമല്ലോ നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഈ റീസെന്റ് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ തന്നെ അവരുടെ ടാക്സുകൾ, നോർമൽ ടാക്സുകളൊക്കെ മാറ്റാതെ വെക്കും. എന്നിട്ട് സെസ്സും സർചാർജും ഈ പറഞ്ഞാൽ കൂടുതലായിട്ടും പിരിക്കും. സെസ്സും സർചാർജും നമ്മൾ പഠിച്ചാണ് ടാക്സ് ഓൺ ടാക്സുകളാണ്. അത് മാത്രമല്ല ഈ സെസ്സിലൂടെയും സർചാർജിലൂടെയും കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഡിവിസിബിൾ പൂളിനകത്ത് വരത്തില്ല. അതായത് അതിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആർക്ക് വീതിച്ചു കൊടുക്കണ്ട? സ്റ്റേറ്റുകൾക്ക് വീതിച്ചു കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഉള്ള കാരണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൂടുതലും സെസ്സും സർചാർജും പിരിച്ചിട്ടാണ് വരുമാനം കണ്ടെത്തുന്നത്. ആ കിട്ടിയ വരുമാനം ആർക്ക് കൊടുക്കണ്ട? സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണ്ട. അപ്പോൾ അതിലൊരു മാറ്റം വരണമെന്നും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. കാരണം സെസ്സിനകത്തും സർചാർജിനും കമ്പയർ ചെയ്യുമ്പോഴേക്കും ടോട്ടൽ ഗവൺമെന്റ് വരുമാനത്തിന്റെ അപ്രോക്സിമേറ്റ്ലി ഒരു 10% അത്രയൊക്കെ ആയിട്ട് മാത്രം സെസ്സും സർചാർജും ലിമിറ്റ് ചെയ്യണം. ബാക്കി നോർമൽ ടാക്സിലൂടെ കളക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. കാരണം നോർമൽ ടാക്സിലൂടെ കളക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആറിലേക്ക് പൈസ എത്തുള്ളൂ, സംസ്ഥാനങ്ങളിലേക്ക് പൈസ എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്രയും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം 16th ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. ഇനി അവർ ഓരോ ദിവസങ്ങളിൽ അതിന്റെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വരും. അപ്പം ഒബ്വിയസ്ലി ഒരുപാട് വെല്ലുവിളികൾ ഈ പറഞ്ഞ പോലെ 16th ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലെ വരുമാനം ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും അവർ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും ഇത്രയും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയും പോയിന്റ് ആണ്. ആ ടേബിൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. പ്രിലിംസിന് ഈ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എന്താണ് ഇൻകം ഡിസ്റ്റൻസ് ഉള്ള കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്താണ് സെസ്സും സർചാർജും ടാക്സ് ഓൺ ടാക്സ് ആണ്. അത് സെൻട്രൽ ഡിവിസിബിൾ പൂളിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യവും കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്